വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗത്തിൽ ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശങ്ങൾ തുടരുന്നു. ഭഗവത്ഗീത 7, 8, 9 അധ്യായങ്ങളിലൂടെ പരമാത്മാവ് എന്ന ഏക ചൈതന്യമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി ലയത്തിന് ആധാരം എന്നും പ്രപഞ്ചഘടകങ്ങളെല്ലാം പരമാത്മാവിൽ നൂലിൽ മുത്തുമണികൾ എന്ന പോലെ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു എന്നും ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തു. തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ താൻ അർജുനൻ്റെ ബന്ധുവും തേരാളിയും മാത്രമല്ല, പരമചൈതന്യം തന്നെ രൂപമെടുത്ത് വന്നിരിക്കുന്നതാണ് എന്നും സൂചിപ്പിക്കുന്നു. സർവജ്ഞനും സർവവ്യാപിയും സർവത്തിൻ്റെ അന്തര്യാമിയുമായ ഭഗവാൻ തൻ്റെ വിഭൂതികളെക്കുറിച്ച് അർജുനന് വിവരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതിനാൽ ഈ അധ്യായത്തിന് വിഭൂതിയോഗം എന്ന് പേർ വന്നിരിക്കുന്നു. ശിഷ്യനായ അർജുനനെ മാനസികമായി ഉന്നതിയിലെത്തിക്കാൻ ഭഗവാൻ പരമാത്മാവിൻ്റെ വൈഭവങ്ങളെ അല്ലെങ്കിൽ വിഭൂതികളെ അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കാം. നമേ വിദുഹു സുരഗണ പ്രഭവം നമഹർഷയഃ അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. അർജുന, ദേവഗണങ്ങളോ മഹർഷിമാരോ എൻ്റെ ഉദ്ഭവത്തെ അറിയുന്നതേയില്ല. കാരണം ദേവന്മാരും മഹർഷിമാരും എല്ലാം എന്നിൽ നിന്നും വന്നവരാണ്. യോ മാമജനാദിം ച വേത്തി ലോക മഹേശ്വരം അസമ്മൂഢഃ സമർത്ഥ്യേഷു സർവപാപൈ പ്രമുച്യതേ. ഹേ അർജുന, എന്നെ ജനനമില്ലാത്തവനായും ആദികാരണനായും ലോകമഹേശ്വരനായും അറിയുന്നവൻ സർവപാപങ്ങളിൽ നിന്നും മോചിതനാകുന്നു. ആത്മാവ് ശാശ്വതമാണ്, അതുകൊണ്ട് തന്നെ ജനനമരണങ്ങളില്ലാത്തതുമാണ്. എന്നാൽ മറ്റുള്ളതെല്ലാം ആത്മാവിൽ നിന്ന് ഉണ്ടായി അതിൽ തന്നെ നിലനിന്ന് അതിൽ തന്നെ ലയിക്കുന്നു. ഏകനായ പരമാത്മാവാണ് എല്ലാറ്റിൻ്റെയും ആധാരം എന്ന് ഭഗവാൻ എടുത്ത് പറഞ്ഞു തരുന്നു. എങ്ങനെയാണോ കടലിന് ആദിയോ അന്തമോ ഇല്ല എങ്കിലും അതിൽ നിന്നുണ്ടാകുന്ന ഓരോ തിരമാലയ്ക്കും ആദിയും നിലനിൽപ്പും അവസാനവും ഉണ്ട്. ഇനി ഭഗവാൻ പറയുന്നു, ഈ പരമമായ തത്വത്തെ അറിയുന്നവൻ സർവപാപങ്ങളും നീങ്ങി പരമാത്മാവിൽ മനസ്സർപ്പിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്നു. അങ്ങനെ പാപങ്ങളിൽ നിന്നെല്ലാം മോചിതനായി ഭഗവത് പ്രാപ്തിക്ക് യോഗ്യനാകുന്നു. അർജുന, ഈ ജഗത്തിലെ ജീവാത്മാക്കളെല്ലാം എന്നിൽ നിന്ന് വന്നവരാണ് എന്ന് വെച്ചാൽ അവരുടെ ശരീരം മാത്രമല്ല, മനോബുദ്ധി തലങ്ങളിലെ വികാര വിചാരങ്ങളും എന്നിൽ നിന്നുണ്ടായവയാണ്. സപ്തഋഷികളും സനകാദി മുനികളും മനുക്കളും എൻ്റെ മനസ്സിൽ നിന്ന് വന്നവരാണ്. സർവചരാചരങ്ങളിലെ പ്രജകളും അതായത് മനുഷ്യരും ഇവരിൽ നിന്ന് ഉണ്ടായവരാണ്. മഹർഷയ സപ്തപൂർവേ ചത്വാരോ മനവസ്തദാ മദ്ഭാവാ മാനസാ ജാതാ യേഷാം ലോക ഇമാ പ്രജാ ഏതാം വിഭൂതിം യോഗം ച മമ യോ വേത്തി തത്വദഃ സോവിഗംബേന യോഗേന യുജ്യതേ നാത്ര സംശയഃ. എൻ്റെ വിഭൂതിയെയും യോഗത്തെയും യഥാർത്ഥമായി ആരാണോ അറിയുന്നത് അവർ പരമാത്മാവിൽ എത്തിച്ചേരും. ഇവിടെ യോഗം, വിഭൂതി
ഇവ രണ്ടിനെയും നമുക്ക് മനസ്സിലാക്കാം. യോഗം എന്ന് പറയുമ്പോൾ ഓരോ ശരീരത്തിലും പ്രകാശിക്കുന്ന ജീവാത്മ ചൈതന്യം. ഈ ആത്മചൈതന്യം തന്നെ ശരീരങ്ങളിലൂടെ തേജസ്സും അറിവും കഴിവും ബലവുമായി പ്രകടമാകുമ്പോൾ അതിനെ വിഭൂതി എന്ന് പറയുന്നു. ജഗത്ത് മുഴുവനും ഭഗവത് വിഭൂതികളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇതിനെ അറിയുന്ന വിവേകികൾ പരമപ്രേമത്തോടെ പരമാത്മാവിനെ ഭജിക്കുന്നു. അവർ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഭജിച്ച് കീർത്തിച്ച് ആനന്ദിക്കുന്നു. ഇങ്ങനെ എന്നെ ഭജിക്കുന്നവർക്ക് എന്നിൽ വന്നു ചേരാനുള്ള ബുദ്ധിയോഗത്തെ ഞാൻ നൽകുന്നു അർജുന. തേഷാമനുകമ്പാർത്ഥം മഹം അജ്ഞാനജം തമഃ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വതാം. സദാ എന്നെ ഭജിക്കുന്ന ഭക്തന്മാരിലുള്ള പ്രീതി കൊണ്ട് ഞാൻ അവരുടെ ഹൃദയത്തിലിരുന്ന അജ്ഞാന അന്ധകാരത്തെ നീക്കി ആത്മപ്രകാശം ഹൃദയത്തിൽ ജ്വലിപ്പിക്കുന്നു. മനുഷ്യ മനസ്സിനെ ആത്മീയമായി ഉയർത്തി പ്രപഞ്ച സ്വരൂപിയായ പരമാത്മാവിൽ എത്തിക്കാനാണ് ഭഗവാൻ അർജുനന് വിഭൂതിയോഗം ഉപദേശിക്കുന്നത്. നാമും അർജുനനിലൂടെ വിഭൂതിയോഗത്തെ മനസ്സിലാക്കി തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.